സോ ഇന്നത്തെ സെഷനിൽ പാസേജ് 4 ആണ്. ദയ ഒന്ന് മ്യൂട്ട് ആക്കിക്കോളൂ. സോ പാസേജ് 4 ആണ്. ഈ ഒരു പാരഗ്രാഫ് ഒന്ന് മനസ്സിരുത്തി വായിക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ വേണം എനിക്ക് മീനിങ് പറയാൻ. വായിച്ചോ? സോ ഞാൻ പറയാം. The neem tree is known as a village pharmacy due to medicinal benefits of its seeds, bark and leaves. It is called Arista in Sanskrit, which means perfect, imperishable and complete. Neem oil plays an important role in pest control and can also be used as replacement for mosquito repellent. Neem seed cakes are used as fertilizer. A paste of neem leaves is used to treat chickenpox. Neem twigs, commonly referred to as daktoon, are used as toothbrushes in villages. The bark and roots are also used in powder form to control fleas and ticks on pets. ഓക്കെ, ഇങ്ങനെയാണ് സംഭവം ഈ ഒരു പാരഗ്രാഫ്. സോ ഇതിനെ എന്തിനെ കുറിച്ചാണ് ഇവരിത് പറയുന്നത്? എനി ഐഡിയ? എന്താണ് അവർ പറയുന്നത്? എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നീം ട്രീനെ കുറിച്ചാണ് പറയുന്നത്. So neem tree is known as village pharmacy due to the medicinal benefits of its seeds. ഇപ്പോൾ വില്ലേജിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കുറേ ഈ നീം ട്രീ കാണാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കോയമ്പത്തൂരല്ല, തമിഴ്നാട്ടിലൊക്കെ കുറച്ചൊന്ന് ഗ്രാമങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോരോ സ്റ്റോപ്പിലും ഈ പറയുന്ന ബസ് സ്റ്റോപ്പിലൊക്കെ ഉണ്ടാവും ഓരോരോ വീട്, ഓരോരോ കോളനി. ചിലപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഈ സംഭവം നീം ട്രീ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഇവിടത്തേക്കാളും, കേരളത്തിനേക്കാളും. എന്താണെന്നറിയോ? അവർക്കറിയാം. ഇന്നലെ നമ്മൾ പഠിച്ചില്ലേ ഒരു സംഭവം? ഇന്നലെ റോസ് പ്ലാന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞില്ലേ? എന്തായിരുന്നു? പ്ലാന്റൊക്കെ, ട്രീസൊക്കെ നമ്മൾ ശ്വസിച്ച് വിടുന്ന, നമ്മൾക്ക് ആവശ്യമില്ലാത്ത സാധനം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അത് നമ്മൾ പുറത്തേക്ക് വിടുന്നു. ഓക്സിജനാണ് നമുക്ക് ആവശ്യം, അത് മരങ്ങൾ നമുക്ക് തരുന്നു. അങ്ങനെയാണ് നമ്മളും മരവും തമ്മിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്. സോ ഈ ഓക്സിജൻ ഉണ്ടല്ലോ, ഈ ഓക്സിജൻ വന്നിട്ട് കൂടുതൽ പുറപ്പെടുപ്പിക്കുന്നത് ഈ പറയുന്ന നീം ട്രീ ആണ്.
അപ്പം അത് കാരണം തന്നെ ഈ പറയുന്ന വേപ്പുണ്ടല്ലോ, ഇത് വീടുകളിൽ കൂടുതൽ നടും ആൾക്കാർ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് വേര് വന്നിട്ട് ഇങ്ങനെ സൂചി പോലത്തെ വേരാണ്. അപ്പം അത് വേഗം പേർത്ത് കളയാൻ പറ്റില്ല. നമ്മൾ എത്ര തന്നെ പേർത്ത് കളഞ്ഞാലും ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അത് കാരണേ ചിലവർ അതിനെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, വീടുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതെന്താവും, അതിന് മുറിച്ച് കളയാൻ പറ്റില്ല. എന്താ വെച്ചാൽ മുറിച്ച് കളഞ്ഞാൽ പോലും അത് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചില അമ്പലങ്ങളിൽ ഇപ്പോൾ ഇതിൻ്റെ യൂസേജ് അറിഞ്ഞിട്ട് ദൈവത്തിനെയും ഈ പറയുന്ന വേപ്പ മരത്തിനെയും റിലേറ്റ് ചെയ്തു. അപ്പം എന്താവും, ആൾക്കാർ ഇതിനെന്ത് ചെയ്യില്ല, മുറിക്കില്ല അല്ലേ. അത് കാരണം അവരെന്ത് ചെയ്തു, ഇതിനെയും അതിനെയും കൂടി മിക്സ് ചെയ്തു. ഓക്കെ, എന്താ ഇത്രയും മിക്സ് ചെയ്യാൻ കാരണം, എന്നാ ദൈവത്തിന് തുല്യമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ ഇത് വെച്ചിരിക്കാനൊക്കെ അത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെഡിസിനൽ ബെനിഫിറ്റ്സ് ആണ്. ഇപ്പോൾ ഒരു മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അതിൻ്റെ പാർട്സ് ഏതൊക്കെ യൂസ് ചെയ്യും, വേണമെങ്കിൽ അതിൻ്റെ ഫ്രൂട്ട്സ് യൂസ് ചെയ്യും അല്ലേ, അല്ലെങ്കിൽ കുറച്ചൊക്കെ കാര്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇലകളൊക്കെ യൂസ് ചെയ്യും, കത്തിക്കാനോ അതിനൊക്കെ യൂസ് ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഈച്ച് ആൻഡ് എവറി പാർട്ട് നമുക്ക് മെഡിസിനൽ ബെനിഫിറ്റ്സ് ആണ്. ഇപ്പം ഈ കൊറോണ ടൈമിലൊക്കെ നമ്മളോട് ആവി പിടിക്കാൻ, സ്ട്രീം എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ കൊറോണ ടൈമിൽ? അപ്പോൾ ഒക്കെ ഈ വേപ്പിലൊക്കെ എടുത്തിട്ട് സ്ട്രീമൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ കുറേ മെഡിസിനൽ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ കായ, ആദ്യം ഞാൻ അതിൻ്റെ ഇലനെ കുറിച്ച് പറയാം. അപ്പോൾ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിക്കൻ ബോക്സ് ഒക്കെ ഉണ്ടല്ലേ, വൈറൽ ഫീവർ, ചിക്കൻ ബോക്സ് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ചിക്കൻ പോക്സ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അതിൽ ഈ സംഭവം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ പുണ്ണിങ്ങനെ വരുന്ന സമയത്ത് ഓക്കെ അതിൻ്റെ മേലേക്ക് ഇതിൻ്റെ ഇലനെ ഉരച്ച് ഇട്ട് കൊടുക്കും. ഉരച്ചല്ല, അരച്ചിട്ട് കൊടുക്കും. ഓക്കെ, അത്രയ്ക്കും അത് പെട്ടെന്ന് ഗുണമായി പോകും അല്ലെങ്കിൽ ഹീലായി പോകും. ഓക്കെ, ചിക്കൻ പോക്സ് വരുമ്പോൾ. അതേപോലെ ഈ കൊറോണ ടൈമിൽ സ്ട്രീം എടുക്കാനായിട്ട് അതിൻ്റെ ഇല യൂസ് ചെയ്തു. പിന്നെ ഇല എന്തിനൊക്കെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഉണക്കും ആൾക്കാർ. ഉണക്കിയിട്ട് വീടുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയുന്നതായിരിക്കും, ഉണക്കിയിട്ട് അതിന് പുകയിടും വൈകുന്നേര സമയങ്ങളിൽ. ഈ പറയുന്ന മസ്കിറ്റോസ്, കൊതുകുകളൊക്കെ പോകാനായിട്ടൊക്കെ ഈ പറഞ്ഞ ഇലകളിനൊക്കെ എടുത്തിട്ട് ഉണക്കിയിട്ട് പുകയിടുന്നത് കാണാം. പച്ചക്കിട്ട് തന്നെ പുകയിടാൻ കാണാൻ പറ്റും. ഈ ചിക്കൻ പോക്സ് പറഞ്ഞില്ലേ, ആ ചിക്കൻ പോക്സ് വരുമ്പോൾ ഇതേപോലെ ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ വന്ന വ്യക്തിയുടെ സൈഡിലൊക്കെ ഈ ഇലനെ കൊണ്ടുപോയി വെക്കും. ഈ കൊത്തായിട്ട് അതിനെ എടുത്തിട്ട് പൊട്ടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് വെക്കണത് കാണാം. ഓക്കെ, അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലിങ്ങനെ സ്മെൽ ചെയ്യ നമ്മളുടെ ഉള്ളിലുള്ള കൃമികളൊക്കെ ചത്തുപോകും എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അതിന് മെയിലൊക്കെ തടവി കൊടുക്കും. ഓക്കെ, അങ്ങനെ ചെയ്യണതൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ലീവ്സ് ഒക്കെ എടുത്തിട്ട് ചെയ്യണത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പം അങ്ങനെ കാണുവാണെങ്കിൽ കളിയാക്കൊന്നും വേണ്ട. അതൊക്കെ ഇത്രയും മെഡിസിനൽ ബെനിഫിറ്റ്സ് ഉള്ളത് കാരണമാണ് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതേപോലെ അതിൻ്റെ കമ്പുണ്ടല്ലേ, കമ്പ് എന്താ പറയുക മലയാളത്തിൽ, എന്താ പറയുക, അതിൻ്റെ സ്റ്റെം ഉണ്ടല്ലേ, ഈ ഒരു ഇല കഴിഞ്ഞ് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലേ, അതിനെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ അതിനെ ജസ്റ്റ് കടിച്ചിട്ട് അതിനെ വെച്ച് ടൂത്ത് ബ്രഷായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ ആ ഭാഗത്തിന് കുഞ്ഞു കുഞ്ഞു കമ്പ് ഉണ്ടാവില്ലേ, അതിനെ എടുത്തിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ കടിച്ചിട്ട് ബ്രഷായിട്ട് യൂസ് ചെയ്യും. നമ്മളിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ബ്രഷല്ലേ യൂസ് ചെയ്യുന്നത്, പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്തിരുന്ന സംഭവമാണിത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടിച്ചിട്ട് ആസ് യൂഷ്വൽ നമ്മൾ പേസ്റ്റ് ഒന്നും യൂസ് ചെയ്യില്ല, അങ്ങനെ തന്നെ അത് വെച്ച് തന്നെ പല്ലിനെയൊക്കെ വൃത്തിയാക്കും, ബ്രഷാക്കി ഉപയോഗിക്കും. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും അതിൽ കയ്പ്പ് രസമാണ് ഉണ്ടാവുക. ആ കയ്പ്പ് രസം കാരണം നമ്മുടെ പല്ലിൽ അതാവാ എന്തെങ്കിലും കൃമികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും, പല്ല് വൃത്തിയാവുകയും ചെയ്യും, സ്മെല്ല് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ പല്ലിലൊക്കെ അത് യൂസ് ചെയ്യണം, അതാണ് ഒരു ലൈനിൽ അവർ പറഞ്ഞിട്ടുള്ളത്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഉള്ള ഭാഗം ഉണ്ടാവില്ലേ, തൊലി ഭാഗം ഉണ്ടാവില്ലേ, മരത്തിൻ്റെ തൊലി ഭാഗം, അതൊക്കെ എടുത്ത് പൊടിച്ച് അവരിതുപോലെ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ മസ്കിറ്റോസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന റിപ്പല്ലൻ്റ് ഉണ്ടല്ലേ,
കണ്ടിട്ടുണ്ടോ? മസ്കിറ്റോസ്, ഓൾ ഔട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, അതുപോലെ നാച്ചുറലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതിലൊക്കെ ഇതിൻ്റെ പൊടി യൂസ് ചെയ്യും. പിന്നെ ഇതിൻ്റെ കായ ഉണ്ടല്ലേ, ഇതിൻ്റെ പഴം ഉണ്ടാവും, പിന്നെ അത് കായ ഉണ്ടാവും, കുഞ്ഞു കുഞ്ഞു കായ, ഓവൽ ഷേപ്പിലല്ല, പ്രത്യേക ഷേപ്പിലായിരിക്കും അത്. എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് ഷേപ്പിലല്ല, കുറച്ചും കൂടി ഇതായിട്ടുണ്ടാവും. ആ കായ എടുത്തിട്ട് ഉണക്കിയിട്ട് അതിന്ന് എണ്ണ ഉണ്ടാക്കും. അതിൻ്റെ പേരാണ് വേപ്പെണ്ണ എന്ന് പറയും. ആ വേപ്പെണ്ണ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ തലയിലൊക്കെ പെയിനൊക്കെ ഉണ്ടെന്ന് വെച്ചോ, അതിനൊക്കെ എടുത്ത് തലയിലൊക്കെ തേക്കാം. അതുപോലെ ഈ വേപ്പെണ്ണ വേറെ എന്തിനൊക്കെ യൂസ് ചെയ്യും, വേപ്പെണ്ണ വെച്ചിട്ട് സോപ്പൊക്കെ ഉണ്ടാക്കണം എന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ മെഡിസിനായിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് വേപ്പെണ്ണ. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ അതിലും മെഡിസിനൽ വാല്യൂ എന്താണെന്ന് വെച്ചാൽ കൃമികളെ നശിപ്പിക്കുന്നത്. പെയിൻ എന്താണ്, വൺ ടൈപ്പ് ഓഫ് കൃമി തന്നെ അല്ലേ? അത് നമ്മളുടെ രക്തത്തിന് ഉരിഞ്ഞെടുത്തിട്ടാണ് അത് ജീവിക്കുന്നത്. സോ അതിനെ കൊല്ലണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വേപ്പെണ്ണയൊക്കെ അപ്ലൈ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ സോപ്പിലും ഉപയോഗിക്കാറുണ്ട്. വാഷിംഗ് സോപ്പിലിട്ടാ, നമ്മൾ ദേഹത്തിലിടുന്ന യൂസ് ചെയ്യുന്ന സോപ്പല്ല, വാഷിംഗ് സോപ്പിൽ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ പിന്നെ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൻ്റെ വേരും നമ്മൾക്ക് ഇതേപോലെ ആയുർവേദ മരുന്നുകളൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ. സോ അങ്ങനെ അപ്പോൾ ഇതുപോലെ കുറേ മെഡിസിനൽ ബെനിഫിറ്റ്സ് ഈ പറഞ്ഞ നീം ട്രീക്ക് ഉണ്ട്. സോ ഒന്നുകൂടി വായിക്കാം, നന്നായി നോക്കിക്കോളൂ. ദ നീം ട്രീ ഇസ് നോൺ ആസ് എ വില്ലേജ് ഫാർമസി ഡ്യൂ ടു ദ മെഡിസിനൽ ബെനിഫിറ്റ്സ് ഓഫ് ഇറ്റ്സ് സീഡ്സ്, ബാർക്ക് ആൻഡ് ലീവ്സ്. ഇറ്റ് ഈസ് കോൾഡ് അരിസ്റ്റ ഇൻ സാൻസ്ക്രിറ്റ്. അപ്പോൾ ഇതിനെ പറയുന്നതാണ് സാൻസ്ക്രിറ്റിൽ, ഇതിൻ്റെ പേരാണ് അരിസ്റ്റ. വിച്ച് മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിനൽ ബെനിഫിറ്റ്സ് ഉള്ള ആ ഒരു റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. വിച്ച് മീൻസ് പെർഫെക്റ്റ് അവർ പറയുന്നുണ്ട്, ഇംപെരിഷബിൾ ആൻഡ് കംപ്ലീറ്റ്. നീം ഓയിൽ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. നീം ഓയിൽ ഇതിന്നാണ് എടുക്കുന്നത്, അതിൻ്റെ കുരുക്കൾ ഉണ്ടല്ലേ, ഈ മറ്റേ സീഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കൂട്ടോ, അതിൻ്റെ പൂവുണ്ടാവും, പൂവടക്കം വിട്ടു വെക്കില്ല ആൾക്കാർ. ഈ തെലുഗു സംസാരിക്കില്ലേ ആൾക്കാർ, അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ന്യൂ ഇയർ ഉണ്ട്, തെലുഗു ന്യൂ ഇയർ ഉണ്ട്. മലയാളികൾക്ക് വിഷു പോലെ ഇവർക്ക് തെലുഗു സംസാരിക്കുന്നവർക്ക് ഒരു ന്യൂ ഇയർ ഉണ്ട്. അന്നത്തെ ദിവസം അവരെന്താ ചെയ്യുന്നറിയോ, ഈ പറഞ്ഞ പൂവുണ്ടല്ലേ, നീം ട്രീൻ്റെ പൂവുണ്ടല്ലേ, അതെടുത്ത് ഒരു സ്പെഷ്യൽ ഒരു ഡിഷ് ഉണ്ടാക്കും. അപ്പം പൂവിനെ പോലും ആൾക്കാർ വിട്ടുവെക്കില്ല. അപ്പോൾ ഒന്ന് നോക്കൂ, നമ്മൾ ഈ വാഴനെ പോലെയാണ് ഈ പറഞ്ഞ നീം ട്രീയും. വാഴ കണ്ടിട്ടുണ്ടോ? വാഴയ്ക്ക് മെഡിസിനൽ ബെനിഫിറ്റ്സ് ഉണ്ട്, ഇല്ല എന്നില്ല, പക്ഷെ വാഴയുടെ എല്ലാ പാർട്സും യൂസ് ചെയ്യും നമ്മൾ അല്ലേ. അതുപോലെ തന്നെ നീം ട്രീയുടെയും വാഴ കണ്ടു വെച്ചെങ്കിൽ ഇല യൂസ് ചെയ്യുന്നുണ്ട്, അതിന് വരുന്ന ഫ്രൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതിലുണ്ടാകുന്ന കായ നമ്മൾ ചിപ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ തണ്ട് എന്തിനു യൂസ് ചെയ്യും, നമ്മൾ ഉണ്ണിപ്പിണ്ടി എന്ന് പറയില്ലേ, ചിലവർ ചില രീതിയിലാണ് പറയാൻ, നിങ്ങൾ കണ്ണൂർ ഭാഷയിലൊക്കെ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഉണ്ണിപ്പിണ്ടി എന്ന് പറയാറുണ്ടോ കിഷാൻ? എന്താ പറയാറ്? നമ്മൾ തോരനൊക്കെ വെക്കില്ല, അതിനെന്താ പറയാ മലയാളത്തിൽ? നിങ്ങൾ കണ്ണൂരിൽ എന്താ പറയാ അറിയോ? ഹലോ, കേക്കണ്ട? ദയ കണ്ടിട്ടുണ്ടോ? ദയ എന്താ പറയാ? എന്നടാ? യെസ്, ഉണ്ണിത്തണ്ട് എന്നാ ഇവിടെ പാലക്കാട് ഭാഗത്ത് പറയാ, എനിക്കറിയാം. കണ്ണൂർ ഭാഗത്ത് എന്ത് പറയും അറിയില്ല? അവന്തികയ്ക്കും അറിയില്ല? അതിൻ്റെ പൂവുണ്ടല്ലേ, ആ മാണീന്ന ഇവിടെ പറയാട്ടെ, തൃശ്ശൂർ ഭാഷയിൽ ഇവിടെ പാലക്കാട്, ഞാനുള്ളത് വള്ളുവനാട് ഭാഗത്താണ്. അപ്പം ഈ ഭാഗത്ത് അവർ മാണീന്ന പറയാം. മാണീന്ന് വെച്ചാൽ ഇതിലുണ്ടാവുന്ന ആ ഫ്ലവർ ഉണ്ടല്ലേ, വാഴയിലുണ്ടാവുന്ന ഫ്ലവർ, അതിനെ പറയുന്നത് മാണീന്നാണ്. കുറച്ചും കൂടി പാലക്കാട് ഭാഗത്ത് പോയി വാഴപ്പൂ തന്നെ പറയുള്ളൂ. അപ്പം അതെടുത്തിട്ട് തോരനുണ്ടാക്കും, അതുപോലെ ബജി വടയൊക്കെ ഉണ്ടാക്കും അത് വെച്ചിട്ട്. ഓക്കെ,
അങ്ങനെ ഇല, തണ്ട്, പൂവ്, വേരിൻ്റെ ഭാഗത്ത് ഒരു കിഴങ്ങ് പോലെ ഒരു സംഭവം ഉണ്ടാവും. അതും ഈ കിഡ്നി സ്റ്റോണിനൊക്കെ യൂസ് ചെയ്യണതാണ്. ഫുൾ അതും ഇതേപോലെ തന്നെ വേപ്പ് പോലെ തന്നെ വാഴയും തന്നെ ഫുൾ മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു സംഭവമാണ്. ഓക്കെ, ഒന്നും നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല അതിൽ. വാഴനെ ഫുള്ളായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇത് ഓക്കെ ആണോ? നിങ്ങൾ വായിക്കുമോ? എന്നിട്ട് ആൻസേഴ്സ് പറയുമോ? ഓക്കെ, അവന്തിക സ്റ്റാർട്ട് ചെയ്യൂ. വായിക്കൂ അവന്തിക. The neem tree is known as a village pharmacy due to the medical benefits of its seeds, bark and leaves. It is called Arista in Sanskrit, which means perfect, imperishable and complete. Neem oil plays an important role in pest control and can also be used as a replacement for mosquito repellent. Neem seed cakes are used as fertilizer. A paste of neem leaves is used to treat chickenpox. Neem seeds, commonly referred to dentium, are used as toothbrush in village. The bark Okay. Right. പറഞ്ഞോളൂ. കഴിഞ്ഞോ? ഡേറ്റം എന്നാണ് പറയാട്ടോ. ഡേറ്റം. ഓക്കെ, കഴിഞ്ഞാടാ. ഓക്കെ, ഇനി അടുത്തത് ദയ വായിക്കൂ. The neem tree is known as a village pharmacy to the medicinal benefits of its seeds, bark, and leaves. It is called Arista in Sanskrit, which means perfect, imperishable, and complete. Neem oil plays an important role in pest control and can also be used as a replacement for mosquito. Neem seed cakes are used as fertilizer
A paste Paste, paste, or paste of neem. paste used as toothbrushes Used to treat chicken pox. in villages. The bark, എവിടെയാണ് നീ the വായിക്കുന്നത്? നീം ട്വിക്സ് commonly. chickenpox name ചിക്കൻ പോക്സ് chickenpox എന്നാണ് കേട്ടോ. ചിക്കൻ പോക്സ്. name ട്വിക്സ് which commonly referred to as that Datten are used as brushes. to brush in villages. The bark and roots are also used in powder farm to control flares and tricks on pigs. അത് പറയാൻ വിട്ടുപോയി ഞാന്. ഈ പെറ്റ്സ് ഉണ്ടല്ലേ, പെറ്റ്സിന്റെ മേലെ ചെള്ള് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും, പേര് പോലെ തന്നെ. കണ്ടിട്ടുണ്ടോ? പട്ടിക്കുട്ടികളുടെ മേലെയൊക്കെ, പൂച്ചക്കുട്ടികളുടെ മേലെയൊക്കെ കണ്ടിട്ടുണ്ടോ? അതിനെ കൊല്ലാനായിട്ട് ഈ പൗഡർ ഫോം യൂസ് ചെയ്യും. ഈ റൂട്ടിന്നും ഈ വേരുണ്ടല്ലേ, ഈ നീം ട്രീയുടെ റൂട്ടും പിന്നെ അതിന്റെ മേലുള്ള ആ തൊലി ഉണ്ടല്ലേ, അതൊക്കെ എടുത്തിട്ട് പൊടിച്ചിട്ട് ആ പൊടി ഇതില് ഇടും. ഈ പറഞ്ഞ പെറ്റ്സ് ഉണ്ടല്ലേ, പട്ടിക്കുട്ടികൾ, പൂച്ചക്കുട്ടികൾ, ഇതിന്റെ മേലേക്ക് ആ ചെള്ളിന്റെ മേലെ ഇട്ട് കൊടുത്തു എങ്കിൽ അത് ചത്തുപോകും. പട്ടിക്കുട്ടികളല്ല, അതിന്റെ മേലുള്ള ചെള്ള് ചത്തുപോകും. അപ്പൊ അതിനും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ മൊത്തത്തില് നീം ട്രീന്റെ എല്ലാ ഈച്ച് ആൻഡ് എവറി പാർട്സ് നമുക്ക് യൂസ് ചെയ്യാം. മെഡിസിനൽ ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു, എന്താ പറയാ, നമ്മുടെ ലൈഫിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ നീം ട്രീനെ കുറിച്ച് കേട്ടോ. അപ്പൊ ഇത് എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഒന്നും തന്നെ ഇല്ല അല്ലേ? മനസ്സിലായല്ലോ അല്ലേ? ഈച്ച് ആൻഡ് എവറി പോയിന്റ് മനസ്സിലായില്ലേ? പറയൂ പിള്ളേരെ, മനസ്സിലായോ? ഓക്കെ, അവന്തിക കിട്ടിയോ? എല്ലാ പോയിന്റും മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മറ്റേ കിഷാൻ ഒന്ന് വായിക്കൂ. ഞാൻ മറന്നു കേട്ടാ. കിഷാൻ ഒന്ന് വായിക്കൂ. കിഷാൻ. The neem tree is now has a village. Known as. Okay. Known as village pharmacy. ഫാർമസി പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മള് ഫാർമസിയിൽ പോയിട്ട് എന്താ മേടിക്കുക? മരുന്നുകള്. സോ ഒരു മരുന്ന്, എന്താ പറയാ, ഒരു ഫാർമസി ആണ് ഈ പറഞ്ഞ നീം ട്രീ. എന്താ പറഞ്ഞ എന്ത് ഭാഗം എടുത്താലും അതിൽ മരുന്നുകളാണ്. ഓക്കെ, അത് കാരണം നമുക്ക് എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? വില്ലേജിന്റെ ഫാർമസി എന്നാണ് ഈ നീം ട്രീ അറിയപ്പെടുന്നത് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഡ്യൂ ടു the medicinal benefits benefit of its seeds. Bark and leaves. It is called ashtra in Sanskrit. Which means perfect. Complete neem oil. കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് അവിടെ എന്തുണ്ട്? ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാം, എന്നിട്ട് വേണം തുടങ്ങാൻ. Neem oil placed in
An. and Important role. important role in pest control and can also be used as a Replacement. replacement for mosquito Repellent. repellent Repellent. repellent Repellent. neem കഴിഞ്ഞു. റിപ്പല്ലന്റ് need കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ വേണം പറയാൻ. നീം സീഡ്. neem seed Neem seed cakes are used as fertilizer. ഫെർട്ടിലൈസർ പറഞ്ഞാൽ എന്താ? നമ്മളെ ചെടി വളം ഇടില്ലേ, ചെടികൾക്ക് വളമായിട്ടിടില്ലേ, അതിന് തേങ്ങ പിണ്ണാക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. തേങ്ങ പിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ തേങ്ങ പിണ്ണാക്കല്ല, എക്സ്ട്രീംലി സോറി, വേപ്പെണ്ണ പിണ്ണാക്ക്, വേപ്പും പിണ്ണാക്ക്. ഓക്കെ, തേങ്ങ പിണ്ണാക്കല്ല, വേപ്പും പിണ്ണാക്ക്. വേപ്പും പിണ്ണാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതുണ്ടല്ലേ, വേപ്പിന്റെ പഴം ഉണ്ടല്ലേ, ആ പഴമല്ല, കായ ഉണ്ടല്ലേ, കായനെയാണ് നമ്മൾ എന്തെടുക്കും, അതിന്ന് എണ്ണ എടുക്കുക. എണ്ണ എടുത്തിട്ട് അതിന്ന് വരുന്ന എണ്ണ മാറ്റിയിട്ട് ബാലൻസ് വേസ്റ്റ് ഉണ്ടല്ലേ, ആ വേസ്റ്റിനെയാണ് നമ്മൾ പിണ്ണാക്ക് എന്ന് പറയുന്നത്. തേങ്ങാ പിണ്ണാക്ക് എന്ന് പറയും. ആ തേങ്ങാ പിണ്ണാക്ക് എടുത്തിട്ട് ഫെർട്ടിലൈസർ എന്ന് വെച്ചാൽ വളം, ചെടികൾക്കൊക്കെ വളം ഇട്ട് കൊടുക്കും. എന്തിനാ ഇതിനെ കൊണ്ട് വീണ്ടും ചെടിയിൽ ഇട്ട് കൊടുക്കണം? ഇനി ഐഡിയ എന്ത് കാരണം വേപ്പെണ്ണ പിണ്ണാക്കിനെ എടുത്തിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ കാരണം പറയൂ? വളാണെന്നറിയാം, ഓക്കെ, ശരി. വേറെന്താ യൂസാ ഉണ്ടാവുക? ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് പറയൂ. അതിൽ എന്ത് രസമാണ് ഉള്ളത്? കയ്പ്പ് രസമാണ് ഉള്ളത്. കയ്പ്പ് രസം ഉള്ളത് കാരണം എന്താവും? ഈ പറഞ്ഞ പെറ്റ്സ് ഉണ്ടാവില്ല, അതിൽ കുഞ്ഞായിട്ട് ഈ പറഞ്ഞ ഫ്ലേസ് ഒക്കെ ഉണ്ടാവും. ഈ എന്താ പറയാ, ഈ ചെടികളിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ? നല്ല നല്ല ഫ്രൂട്ട്സ് ഉള്ളത്, നല്ല നല്ല വെജിറ്റബിൾസ് ഉള്ളതിലൊക്കെ പോയിട്ട് ഇലകളൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇലകളിൽ കുഞ്ഞ് കമ്പിളിപ്പുഴു, പിന്നെ മറ്റേ കുറച്ച് വെളുത്ത കളറിലെ കുഞ്ഞു പുഴുക്കളായിട്ടൊക്കെ ഉണ്ടാവും. ആ പുഴുക്കളൊക്കെ ഈ ഇലനെയൊക്കെ തിന്ന് പോകും. ഈ ചീര, ഇങ്ങനെ കുറേ പ്ലാന്റ്സിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളിൽ അത് കയറിയിരിക്കുക കൂടുതൽ. അപ്പം ആ ഇലക്ക് ഈ കേടുവരുത്തി പോകും. അതിൻ്റെ ഫുഡാണത്, അത് കഴിച്ചിട്ട് പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് വേണ്ടത് ആ ഒരു ഇത് വൃത്തിയായിട്ട് കിട്ടണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? തേങ്ങാ പിണ്ണാക്ക്, എക്സ്ട്രീംലി സോറി, തേങ്ങാ പിണ്ണാക്കല്ല, വേപ്പെണ്ണ പിണ്ണാക്ക് ഇട്ട് കൊടുക്കും ചെടികൾക്ക്. അപ്പം എന്താ? കയ്പ്പ് രസം വരെ ഈ പുഴുക്കളൊക്കെ ചത്തുപോകും. അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് വേപ്പെണ്ണ ഉണ്ടല്ലേ, വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കണമെന്ന് കണ്ടിട്ടുണ്ട്. വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ സാധനം ചത്തുപോകും. ഈ കുഞ്ഞു ഇൻസെക്ട്സ് ഉണ്ടാവില്ലേ, അതൊക്കെ ചത്തുപോകും. നമുക്ക് ആ ഫ്രൂട്ട്സിനെ വൃത്തിയായിട്ട് എടുക്കുകയും ചെയ്യാം. അത് നന്നായി കഴുകി കഴിക്കാമെന്ന് മാത്രം. ഓക്കെ, ഇനി കണ്ടിന്യൂ ചെയ്യൂ കിഷാൻ. A paste of neem leaves is used to treat chicken pox. Neem എന്ന് ഒരു മിനിറ്റ്. നീം ചിക്കൻ പോക്സ് പറഞ്ഞു, അതിന് ശേഷം ഇവിടെ ഒരു ഡോട്ട് ഉണ്ട്, ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, കണ്ടുവോ? അപ്പൊ എന്ത് ചെയ്യണം? ഒന്ന് നിർത്തുക, എന്നിട്ട് പറയാ കേട്ടോ. നീ വായിച്ചോ. ട്വിക്സ് commonly referred to as daten or used as toothbrush in villages. Toothbrushes. ഈ എസ് കാണുന്നില്ലേ കിഷാന്? എസ് അവിടെ ഉണ്ട്, കണ്ട? ഈ എസ് ഉണ്ട്, അപ്പോൾ പ്ലൂറൽ ഫോം ആണ്. ടൂത്ത് ബ്രഷസ് ഇൻ വില്ലേജസ്. എസ് ഉണ്ട്, കണ്ട? വില്ലേജസ്.
ഒരു വില്ലേജിൽ മാത്രമല്ല കുറേ വില്ലേജുകളിൽ ഇതിങ്ങനെയാണ് യൂസ് ചെയ്ത് വരുന്നത്. ഇപ്പം അതിന് പകരം എന്തായെന്ന് അറിയാമോ, നമ്മൾ ഈ ടൂത്ത് പേസ്റ്റിൽ അവർ നീം മിക്സ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആഡൊക്കെ കാണാറില്ലേ? നീം കണ്ടിട്ടില്ലേ? എൻ്റെ ഇതിൽ വേപ്പുണ്ട്, എൻ്റെ ഇതിൽ ഉപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ടൂത്ത് ബ്രഷിൽ ആഡ് വരുന്നുണ്ട്. പക്ഷെ പണ്ട് കാലത്ത് ഇതൊന്നും ഇല്ല, ടൂത്ത് പേസ്റ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പൽപ്പൊടിയാണ് യൂസ് ചെയ്തിരുന്നത്. കോൾഗേറ്റിൻ്റെ പൽപ്പൊടിയൊക്കെ വരുന്നതിൻ്റെ മുന്നിൽ വേറെ പൽപ്പൊടി ഉണ്ട്, നമ്പീഷനല്ല, വേറെ എന്തോ ഒന്നുണ്ടല്ലോ, എന്തോ ഒരു ആയുർവേദ പൊടി ഉണ്ട് കേട്ടോ. നിങ്ങൾ പരിചയം ഉണ്ടെങ്കിൽ അതൊക്കെ ചിലവർ ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഈ പൊടി ഉണ്ടാവും, പൽപ്പൊടി ഉണ്ടാവും ആയുർവേദ കടകളിൽ പോയി കഴിഞ്ഞാൽ. അതിൽ ഈ ഗ്രാമ്പ്, പട്ട, ഇതുപോലെ വേപ്പിൻ്റെ കുറച്ച് സാധനങ്ങൾ ഇതൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. പല്ല് തേക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. അതൊക്കെ വെച്ച് തേച്ച് ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈ വെച്ച് നമ്മൾ നന്നായിട്ട് ബ്രഷ് ചെയ്യിപ്പിക്കും. അപ്പോൾ നമ്മുടെ പല്ലൊക്കെ ഒന്നുകൂടി സ്ട്രോങ് ആവും. ഓക്കെ, സോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ പറയൂ. ദ ബാർക്ക് and roots are also used in powder form powdered form to control fleas, fleas and ticks on pets. പെറ്റ്സിൽ ടിക്സും ഫ്ലൈസും എന്ന് പറഞ്ഞാൽ ഈ ചെല്ലിനെയാണ് അവർ പറയുന്നത് കേട്ടോ. ചെല്ലെന്നാണ് മലയാളത്തിൽ പറയുക. കണ്ടിട്ടില്ലേ പേന് പോലെ ഒരു സംഭവം പട്ടിക്കുട്ടികളുടെ മേലെയൊക്കെ കണ്ടിട്ടില്ലേ? ഞാൻ ഒരു തവണ കൂടി വായിക്കുക, അതോടുകൂടി ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കാൻ പോവാണ്. സോ നോട്ട് ദിസ് പോയിന്റ്. The neem tree is known as what? Village pharmacy, okay, due to medicinal benefits of its seeds, bark and leaves. Stop ചെയ്യുക, പിന്നെ വായിക്കുക. It is called arista in Sanskrit, which means perfect, imperishable and complete. Neem oil plays an important role in pest control and can also be used as a replacement for mosquito repellent. Neem seed cakes are used as fertilizer. A paste of neem leaves is used to treat chicken pox. Neem twigs commonly referred to as datin are used as toothbrushes in villages. The bark and roots are also used in powdered form to control fleas and ticks on pets. കഴിഞ്ഞു. സോ ക്വസ്റ്റ്യൻ ആൻസർ പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 3 പേരും പറയണം, ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഫാർമസി പറഞ്ഞാൽ എന്താ? മെഡിക്കൽ സ്റ്റോർ. അവന്തിക മെഡിക്കൽ സ്റ്റോർ പറഞ്ഞു. ഓപ്ഷൻ 2 അവന്തിക പറഞ്ഞു. Yes, okay. Medical store. Okay, finalize ചെയ്യാം. മെഡിക്കൽ സ്റ്റോർ തന്നെയാണ് ആൻസർ. Next one, the part of neem tree that is useful to the farmers is. Farmerന് ഏതാണ് യൂസ് ആവുക? പറയൂ. സീഡ്സ് എന്ന് പറഞ്ഞിട്ട് ആരെ പറഞ്ഞ? അവന്തികയാ? ദയ. സീഡ്സ് പറയുന്നുണ്ട്. ഏതാണ് യൂസ് ചെയ്യുന്നത്? പറയൂ. ഏതാപ്പാ? പറയൂ. എന്ന് പറഞ്ഞിട്ട് ബാക്കി 2 പേരും പറയുന്നു. കറക്റ്റ് ആൻസർ എന്താണാവോ? ഇന്നൂടെ ആലോചിക്കൂ. ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കൂ. ഇതിൽ എവിടെ ഫാർമേഴ്സ് വരുന്നത് നോക്കൂ. ഫാർമേഴ്സിന് എഴുതിയിട്ടുണ്ടോ? ഫാർമേഴ്സ് ഇല്ല, പക്ഷെ എന്താ എഴുതിയിരിക്കുന്നത്? അപ്പൊ ഏതായിരിക്കും? ആദ്യം എന്താ പറഞ്ഞ? സീഡ്സ് അല്ലേ പറഞ്ഞ അവനിക? ദയ സീഡ്സ് പറഞ്ഞു. കിഷൻ എന്ത് പറയുന്നു? ലീവ്സ് എന്ന് പറയുന്നു. അവനിക ലീവ്സ് എന്ന് പറയുന്നു. സോ നോക്കൂ, ഇതില് 1 2 3 4ാമത്തെ ലൈനിൽ നോക്കൂ. നീം സീഡ് കേക്സ് ആർ യൂസ്ഡ് ആസ് ഫെർട്ടിലൈസർ. ഈ ഫാർമർ എന്താണ് കൂടുതൽ യൂസ് ചെയ്യുക? ഫെർട്ടിലൈസർ ആണ്, വളമാണ് യൂസ് ചെയ്യുക. അപ്പൊ വളത്തിന് ഉപയോഗിക്കുന്ന സാധനം അവിടെ എന്തായിട്ട് തന്നിരിക്കുന്നത്? നീം സീഡ് കേക്സ്. മീൻസ് എന്താണ്? ഈ പറയുന്ന ഞാൻ പറഞ്ഞില്ല, പിണ്ണാക്ക്,
എന്താ പറയാ, വേപ്പെണ്ണ പിണ്ണാക്കുണ്ടല്ലോ, വേപ്പും പിണ്ണാക്കും, അതാണ് ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുക. സോ നീം സീഡ് ആണ് വരിക കേട്ടോ ആൻസർ. നീം സീഡ്, സീഡ്സ് ആണ് ആൻസർ ആയിട്ട് വരിക, ലീവ്സ് അല്ല കേട്ടോ. അടുത്തത്, ദ വേർഡ് പെസ്റ്റ് ഇൻ ദ പാസേജ് മീൻസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സിനാനിം ഓഫ് പെർഫെക്റ്റ്. സിനാനിം പറഞ്ഞാൽ മീനിങ് എന്നാണ് അർത്ഥം. സോ പെർഫെക്റ്റിന്റെ മീനിങ് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? ആണോ? എങ്ങനെ ഇത്ര ബുക്ക് ഉണ്ടോ കയ്യില്? പെർഫെക്റ്റിന്റെ ഫാൾട്ട്ലെസ്സും ഫ്ലോലെസ്സും സീംലെസ്സും ഒക്കെ പെർഫെക്റ്റിന്റെ മീനിങ് ആണ്, സിനോണിമാണ്. ഓക്കെ, ഫോർത്ത് ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേർഡ് പെസ്റ്റ് ഇൻ ദ പാസേജ് മീൻസ്. പെസ്റ്റ് പറഞ്ഞാൽ എന്താ? പെസ്റ്റ് ഓപ്ഷൻ second. An angry person. Option first one. An insect that destroys crops. അല്ലേ? ഈ പറയുന്ന ഇതിനെയൊക്കെ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ, ഇലകളിനെയൊക്കെ നശിപ്പിക്കുന്നത്, ഇലകളിനെയൊക്കെ എന്താ പറയാ, കഴിച്ച് അതിനെയൊക്കെ ഓട്ടയാക്കിയിട്ട് ഇട്ട് വെക്കില്ലേ, അതിന്റെ പേരാണ് അല്ലേ ഇൻസെക്ട്സ്. പെസ്റ്റ് എന്ന് പറയുന്നത് ഇൻസെക്ട്സ് ആണ്, ദാറ്റ് ഡെസ്ട്രോയ് ക്രോപ്സ്. ചെടികളിനൊക്കെ കേട് വരുത്തുന്ന ഇൻസെക്ട്സിനെയാണ് നമ്മൾ പെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത്, നീം ഓർ യൂസ്ഡ് ആസ് ടൂത്ത് ബ്രഷസ് ഇൻ വില്ലേജസ്. നീം എന്ത് നീമാണ്? നീമിന്റെ എന്ത് പാർട്ടാണ്? റൂട്ട്സ് ആണോ, ലീവ്സ് ആണോ, ട്വിഗ്സ് ആണോ, സീഡ് കേക്സ് ആണോ? എന്താണ് ടൂത്ത് ബ്രഷ് ആയിട്ട് യൂസ് ചെയ്യപ്പെട്ടിരുന്നത്? ട്വിഗ്സ് ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ ഇന്നിപ്പോ ഈ PDF നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളതൊന്ന് വായിച്ചെടുക്കണം കേട്ടോ. വായിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 15 മിനിറ്റിനുള്ളിൽ തീർക്കാം കേട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ബൈ.